ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പോകുന്നത് സ്ഥലം എന്ന് പറയുന്നത് അൽദന മാൾ. അൽദന മാൾ എന്ന് പറയുന്നത് അബുദാബിയിലെ ഏറ്റവും വലിയൊരു മോളാണ്. നമ്മൾ അൽദന മോളിൻ്റെ ഫ്രണ്ടിലെത്തി. നമ്മളൊന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് അകത്തോട്ട് കയറാവുന്നതാണ്. അങ്ങനെ നമ്മൾ അൽദന മോളിനകത്തോട്ട് കയറുവാണ്. അൽദന മോളിൻ്റെ അകത്ത് ഒരുപാട് ഷോപ്പിംഗ് മോൾസ് ഉണ്ട്. ഇത് ഏറ്റവും വലിയ മോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നൊരു ദിവസം കൊണ്ട് ഇതെല്ലാം കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും നമ്മളാലാവുന്ന രീതിയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. സൈഡിൻ്റെ അൽബൈക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫാസ്റ്റ് ഫുഡ് സെൻറ്റർ കാണുന്നുണ്ട്. അവിടെ എല്ലാത്തരം ഫാസ്റ്റ് ഫുഡ്സ് കിട്ടുന്നതാണ്. പിന്നെ സൈഡിലായിട്ട് ചെറിയ ചെറിയ ഷോപ്പിംഗ് സ്റ്റോൾസ് ഉണ്ട്. ഇലക്ട്രോണിക് പരമായിട്ടുള്ളതുണ്ട്, അല്ല ജുവൽസ് ആയിട്ടാണെങ്കിൽ പെർഫ്യൂംസ് ആണെങ്കിൽ ഗോൾഡ്, അങ്ങനെയുള്ള എല്ലാ കടകളും ഇവിടെ കാണാവുന്നതാണ്. ഇതൊരു ജ്വല്ലറി ഷോപ്പാണ്. അതിനകത്ത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മാലയും വളകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. വലിയൊരു ഷോറൂമാണ് ഇതിനകത്തുള്ളത്. ഇതുപോലെ ഒരുപാട് ഷോപ്പുണ്ട്. കഫേ കോസ്റ്റ ഇതിനകത്തുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇൻഫർമേഷൻ സെൻ്ററാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ നോക്കുന്ന കട, ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ കടകളും ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് അത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്, ഏത് ഫ്ലോറിലാണ്, ഏത് ലൊക്കേഷനിലാണെന്നുള്ളത് റൂട്ട് മാപ്പായിട്ട് നമുക്ക് കാണിച്ചിരുന്ന ഒരു ഇൻഫർമേഷൻ സെൻറ്റർ സ്ക്രീനാണ് ഈ കാണുന്നത് നിങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ്. സൈഡിലൊരു സ്റ്റോളുണ്ട്. ജ്വല്ലറി ആൻറ്റിക്കായിട്ടുള്ളതും ഉണ്ട്, അല്ല നോർമലായിട്ടുള്ള ജുവൽസൊക്കെ അതിനകത്ത് അവൈലബിൾ ആണ്. സൈഡിൽ സിൽവർ ആൻഡ് റോസ് പ്ലേറ്റ് ആയിട്ടുള്ള ജുവൽസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ സ്റ്റോളുണ്ട്, പെർഫ്യൂമിൻ്റെ സ്റ്റോൾസ് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. അതിൻ്റെ അപ്പുറത്താണെങ്കിലും പെർഫ്യൂമിൻ്റെ കട, വലിയ കടകൾ, അത്തർ അങ്ങനത്തെ ഉള്ളതൊക്കെ കിട്ടുന്ന കടകൾ, അങ്ങനെ ഒരുപാട് സ്റ്റോൾസ് ഇതിനകത്തുണ്ട്. ഒരു ചോക്ലേറ്റ് സ്റ്റോളാണ് ഈ കാണുന്നത്. അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഡ്രസ്സിൻ്റെ ഒക്കെ ഒരു സ്റ്റോൾ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഇടയ്ക്ക് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇതിനകത്തുണ്ട്. നമുക്ക് കയറി ചായയോ അങ്ങനെ ഡ്രിങ്ക്സ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുടിക്കാൻ കുറച്ച് നേരം അതിനകത്ത് സ്പെൻഡ് ചെയ്യാം. ഒരു വണ്ടി വരുന്നത് കണ്ടോ, കുട്ടികൾക്ക് ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്തേക്കുന്നതാണ്. നല്ല രസമുണ്ടല്ലേ. ഇങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ ഈ ഒരു മോളിനകത്ത് അവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഗുച്ചിയുടെ ഷോറൂം കാണുന്നുണ്ട്. ഓക്കെ, ഇവിടുന്ന് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന് മുന്നോട്ട് നടക്കുകയാണ്. അപ്പോഴത്തെ തെക്കാത്തോൻ്റെ ഒരു വലിയ ഷോറൂം തന്നെ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. A to Z ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് സ്പോർട്സ് വെയർസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് കിട്ടുന്നതാണ്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ കുറേ കാഫറ്റീരിയസ് കാണാം. സ്റ്റാർബക്കിൻ്റെ ഒരു സ്റ്റോൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ഇലക്ട്രോണിക് മസാജിങ് മെഷീൻ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന 2 ഫ്രണ്ട്സ് അതും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. മീൻവെൽ ടൈമിൽ ഞങ്ങൾ അവിടെ ചുറ്റും ഒന്ന് കാണാമെന്ന് പറഞ്ഞ് നോക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതലും കാണാൻ പറ്റിയത് ഡിസൈനർ ഗൗൺസുകളാണ്. അതിൻ്റെ ഒരുപാട് ഷോപ്പുകൾ ഈ ഒരു ഫ്ലോറിൽ, ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് വേറൊരു ഷോപ്പാണ്. അതുപോലെ തന്നെ എൻ്റെ ബാക്കിൽ ഒരു ഷോറൂമുണ്ട്. പിന്നെ ഇവിടെ നടുക്ക് നമുക്ക് ചെറിയ സ്റ്റോൾസൊക്കെ, ജ്വല്ലറീസിൻ്റെ സ്റ്റോൾസൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് കയറുകയാണ്. സെക്കൻഡ് ഫ്ലോർ കംപ്ലീറ്റ്ലി ഫുഡ് കോർട്ടും പിന്നെ ഫൺ ടൂർ അല്ലെങ്കിൽ ഗെയിമിംഗ് ഏരിയ ആയിട്ടാണ് അവർ തിരിച്ചേക്കുന്നത്. സൈഡിലൊരു ബാസ്കിൻ റോബിൻസിൻ്റെ ഐസ്ക്രീമുണ്ട്. അതുപോലെ തന്നെ വേറെ ചെറിയ ചെറിയ ഷോപ്പുകൾ സൈഡിലോട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ബാസ്കിൻ റോബിൻസിലോട്ട് കയറി ഒരു ചെറിയ ഐസ്ക്രീം ഓർഡർ ചെയ്യുകയാണേ. അത് ഞങ്ങളൊരു വലിയതല്ല, ഒരു മീഡിയം ബൗൾ ഐസ്ക്രീമാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഇതൊന്ന് കഴിച്ചിട്ട് വരാവേ. അങ്ങനെ ഞങ്ങളിത് അതെല്ലാം കഴിഞ്ഞു. അൽദന മോളിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. ഞങ്ങൾ എൻട്രൻസ് ഇറങ്ങാൻ പോവാണ്.
Hope you enjoyed the video. Please like, share, comment, subscribe. വീണ്ടും കാണും വരെ ബൈ.